രാവിലെ അച്ഛമ്മേൻ്റെ വീട്ടിൽ ചെമ്പരത്തി പൂ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ആഹാ ഇന്നത്തെ മാസ്കിനുള്ളതായി, ഇന്ന് അപ്പം അത് തന്നെ പരീക്ഷിക്കാമെന്ന് ഞാൻ ഓടിച്ചെന്ന് ആദ്യം വിചാരിച്ചു എന്നാൽ പേരയില ആദ്യം പിച്ചാന്ന് പറഞ്ഞ് ആർത്തി മൂത്ത് പറിച്ച് പേരയില വെച്ച് ഇഷ്ടംപോലെ ചെമ്പരത്തി പൂ കാണുമല്ലോ. തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ കാണാൻ ചെമ്പരത്തി നിൽക്കുന്നു. അതിനകത്ത് ഈ ഒരൊറ്റ പൂവാണ് പിടിച്ചത് ഗൈസ്. ഒരൊറ്റ പൂവിന് വേണ്ടിയാണ് സരസ്വ രാവിലെ എന്നെ വിളിച്ചത്. അങ്ങനെ എൻ്റെ ആ ഒരു ലക്ഷ്യബോധം ഞാൻ ഇങ്ങനെ മടി പിടിച്ച് മാറ്റി വെച്ചാലോ എന്ന് വെച്ചിട്ട് പിന്നെ വെച്ച് വേണ്ട പിച്ചാന്ന് വിചാരിച്ചിട്ട് ആ പൂവും പിച്ചി വീട്ടിൽ വന്നിട്ട് കുറച്ച് ചെമ്പരത്തി ഇലയും പിച്ചി. അങ്ങനെ ചെമ്പരത്തി കിട്ടിയ സന്തോഷത്തിലും കണ്ട സന്തോഷത്തിലും ഞാൻ ആ ചെമ്പരത്തി പൂനേക്കൊന്ന് മണപ്പിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ അതെല്ലാം കൂടി നമ്മുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുത്ത് നമ്മുടെ പാക്കുമായിട്ട് ഞാൻ വേഗം ഓടിച്ചെന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പാക്ക് കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് തലയിലെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗ്യാസ്. അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നലെ ഇന്ന് കുളിച്ചില്ലേ എന്ന്. പക്ഷേ ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണിത്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഇങ്ങനൊരു മാസ്ക് അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ രാവിലെ സരസ്വൻ്റെ വിളിയിടപ്പോൾ ഞാൻ വെച്ചാൽ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി കഴിച്ച്. എന്നാലും ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ. ഇത് സത്യത്തിൽ തുളസിയും കൂടി വേണമെന്നാണ്, എനിക്ക് തുളസിയില കിട്ടിയില്ല. അപ്പം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളമാണ് ഇപ്പം. അപ്പം ഇത് ഡാൻഡ്രഫ് ആയാലും മാറ്റി നമ്മുടെ മുടി കൊഴിച്ചിലും ഹെയറിലുള്ള ഒരു ഇച്ചിങ്ങൊക്കെ മാറ്റി നമ്മുടെ ഹെയറിനെ നല്ല കണ്ടീഷനായിട്ട് ഒരു ഹെൽത്തി ലുക്കിൽ വെക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് തന്നെയാണിത്. ഇത് ഞാൻ ഒരുപാട് ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഇതിൽ കുറേ കൂടി ഫ്ലവേഴ്സ്, അതായത് ചെമ്പരത്തി പൂവും കുറച്ച് ഉലുവയൊക്കെ അപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സാക്റ്റ് ഹെയർ പാക്ക് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ആക്ച്വലി ഞാനിത് അത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ബാഡ് ലക്ക്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.